അബ്ദുൾ റഷീദ്, വളരെ വിചിത്രമായൊരു മറുപടിയാണ് കൊടിക്കുന്നിലിൻ്റെ ഭാഗത്തുണ്ടാകുന്നത്. ഈ ഡൈനാസ്റ്റി രാജവാഴ്ച, ഇത്തരം കുടുംബവാഴ്ച ഇതിനൊക്കെ എതിരാണ്. പക്ഷേ നെഹ്റു കുടുംബത്തിൻ്റേത് അങ്ങനെ കാണില്ല അത്രേ. എന്തൊക്കെയാണ് അദ്ദേഹം ശശി തരൂരിന് വിമർശനമായി ഇന്ന് പറഞ്ഞ കാര്യങ്ങൾ? അജിൻഷാദ്, കോൺഗ്രസ് പാർട്ടിക്കകത്തെ ഈ കുടുംബവാഴ്ചക്കെതിരെ പരസ്യ വിമർശനം ഉന്നയിച്ച കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗം ആയിട്ടുള്ള മുതിർന്ന നേതാവ് കൂടിയായിട്ടുള്ള ശശി തരൂർ എംപിക്കെതിരെ ഹൈക്കമാൻഡ് കഴിഞ്ഞ ദിവസങ്ങളിൽ ചില നിലപാടുകൾ എടുത്തിരുന്നു. അതിൽ ഏറെ പ്രധാനപ്പെട്ടത് ഇത്തരത്തിൽ കുടുംബ പശ്ചാത്തലം കാട്ടി ആരെയും തടയാനാകില്ല എന്നുള്ള ഒരു നിർദ്ദേശമായിരുന്നു നൽകിയിരുന്നത്. പക്ഷേ ഹൈക്കമാൻഡ് ഈ ശശി തരൂരിനെതിരെ ഇത്തരത്തിൽ ഗാന്ധി കുടുംബത്തെ അടക്കം അധിക്ഷേപിക്കുന്ന തരത്തിൽ അല്ലെങ്കിൽ വിമർശനം ഉന്നയിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ട് പോലും ഒരു കൃത്യമായിട്ടുള്ള നടപടി എടുക്കാൻ ഹൈക്കമാൻഡ് തയ്യാറാവുകയും ചെയ്തിരുന്നില്ല. മുമ്പും സമാനമായിട്ടുള്ള വിവിധങ്ങളായിട്ടുള്ള പരാമർശങ്ങൾ ശശി തരൂരിന്റെ ഭാഗത്ത് ഉണ്ടായപ്പോൾ പോലും അദ്ദേഹത്തെ ഒറ്റപ്പെടുത്തുക എന്നുള്ള നിലപാടായിരുന്നു ഹൈക്കമാൻഡ് എടുത്തിരുന്നത്. സമാനമായിട്ടുള്ള ഒരു നിലപാട് തന്നെ ഈ ഒരു വിഷയത്തിലും എടുത്തതിന് പിന്നാലെയാണ് കോൺഗ്രസിനകത്ത് തന്നെ ഇത്തരത്തിലൊരു വലിയ അതൃപ്തി പുറപ്പെടുന്ന സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ കൊടിക്കുന്നിൽ സുരേഷ് MP ഈ വിഷയം ഹൈക്കമാൻഡ് കൃത്യമായി തന്നെ പരിശോധിക്കണം എന്നുള്ള കാര്യം മുന്നോട്ട് വെക്കുകയും ചെയ്തിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഈ പരിശോധിച്ച് റിപ്പോർട്ട് തേടിയതിനു ശേഷം അതിനൊരു മറുപടിയും നടപടിയും എടുക്കണം എന്നുള്ള ആവശ്യം തന്നെയാണ് അദ്ദേഹം മുന്നോട്ട് വെക്കുകയും ചെയ്തിട്ടുള്ളത്. പക്ഷേ അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്ന മറ്റൊരു വിഷയം എന്ന് പറയുന്നത് ഇത്തരം ആരോപണങ്ങൾ ഗാന്ധി കുടുംബത്തെയോ അല്ലെങ്കിൽ കോൺഗ്രസിനെയോ ബാധിക്കില്ല എന്നുള്ളതാണ്. അതിന് ഒരു മറുപടി, കൃത്യമായിട്ടുള്ള മറുപടി പറയേണ്ടത് കോൺഗ്രസ് നേതൃത്വവും അതോടൊപ്പം അദ്ദേഹവും തന്നെയാണ്. കാര്യം ഇത്തരത്തിൽ ഇന്ദിരാഗാന്ധി മുതൽ നിലവിലെ MP ആയിട്ടുള്ള പ്രിയങ്ക ഗാന്ധി വരെ എത്തി നിൽക്കുന്ന ഒരു കോൺഗ്രസിനകത്തെ ഒരു കുടുംബവാഴ്ചയുണ്ട്. അത് വിവിധ നേതാക്കൾ നേരത്തെ തന്നെ തുറന്നു കാട്ടിയിട്ടുള്ള പരമാർത്ഥമായിട്ടുള്ള ഒരു സത്യമാണ്. G23 കാലഘട്ട ഓർമ്മയില്ലേ? ഗുലാം നബി ആസാദ് അടക്കമുള്ളവർ ഫൈറ്റ് ചെയ്തതും അതിനെതിരെയാണ്. അതുപോലെ തന്നെ നിരവധി തവണകളിൽ അതുണ്ടായിട്ടുണ്ട്. ഈ സോണിയാഗാന്ധി ഈ കോൺഗ്രസിൻ്റെ തലപ്പത്തേക്ക് വരുന്ന കാലം ഓർമ്മയിലില്ലേ? പ്രധാനമന്ത്രിയാകും എന്ന രീതിയിലെ സൂചനകൾ നൽകിയത്, പിന്നീട് മൻമോഹൻ സിംഗിനെ പ്രതിഷ്ഠിച്ച് പിന്നിൽ സോണിയാഗാന്ധി ആയത്, ഒരുപക്ഷെ വാജ്പേയിയുടെ 13 ദിവസത്തെ ഭരണത്തിൻ്റെ തുടക്കങ്ങളിലൂടെ കടന്നു കയറിയത് പോലും അത്തരത്തിലൊരു വൈദേശിക വികാരത്തെ ഉണർത്തിക്കൊണ്ടായിരുന്നു. തെറ്റാണെങ്കിൽ പോലും BJP അത് ചെയ്തു. അതിനുള്ള അവസരം പോലും കൊടുത്തത് ഈ കുടുംബവാഴ്ചയ്ക്ക് വേണ്ടിയാണ് കോൺഗ്രസ് വിട്ടുവീഴ്ച ചെയ്തത്. അതടക്കം ശശി തരൂരിൻ്റെ വാക്കുകളിൽ സമകാലിക പ്രസക്തിയുണ്ട്. റഷീദ്, ഈ കോൺഗ്രസിനകത്ത് മാത്രമല്ല മറ്റു സംസ്ഥാനങ്ങളിൽ ഉണ്ടായിട്ടുള്ള ഇത്തരത്തിലെ കുടുംബവാഴ്ചയുമായൊക്കെ തന്നെയും അദ്ദേഹം ഈ ലേഖനത്തിൽ വിശദീകരിക്കുന്നുണ്ട്. പക്ഷേ സ്വന്തം പാർട്ടി ആയിട്ടുള്ള കോൺഗ്രസിനകത്തെ വലിയ വിമർശനങ്ങൾ തന്നെയാണ് അദ്ദേഹം ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. ഏറെ പ്രധാനപ്പെട്ടത് ഇത്തരത്തിൽ ഈ ഒരു സ്വജനപാത പക്ഷം കോൺഗ്രസിനകത്ത് ഉണ്ട്. പ്രത്യേകിച്ചും ഈ കുടുംബവാഴ്ചയിലൂടെ ഇത്തരത്തിൽ ഗാന്ധി കുടുംബം ഈ നേതൃത്വത്തെ കൃത്യമായിട്ട് കൊണ്ടു നടക്കുന്നു, അല്ലെങ്കിൽ ഈ കഴിവുകൾ ആക്ച്വലി ശരിയാണ്. റഷീദ് സൂചിപ്പിച്ചത് ശരിയാണ്. പല കുടുംബവാഴ്ചയും പല പാർട്ടികളിലും സംസ്ഥാന തലങ്ങളിലും ഒക്കെ ഉണ്ട്. പക്ഷെ പ്രധാനമായും ശശി തരൂര് ഉയർത്തുന്നത് ഒരു ദേശീയ പാർട്ടി എന്ന നിലയിൽ, അല്ലെങ്കിൽ രാജ്യം ഭരിച്ചിരുന്ന, ഇനി പ്രതിപക്ഷത്തിപ്പോൾ ഇരിക്കുന്ന, ഇനി രാജ്യം ഭരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വലിയ പ്രതിപക്ഷത്തിൻ്റെ നീക്കങ്ങൾക്ക് നേതൃത്വം നൽകുന്ന കോൺഗ്രസ് പോലെയുള്ള ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പോലെയുള്ള ഒരു പാർട്ടിയുടെ കാര്യത്തെ സംബന്ധിച്ചാണ് യഥാർത്ഥത്തിൽ ശശി തരൂർ പ്രഥമമായും ചൂണ്ടിക്കാണിക്കുന്നത്. കാരണം ഈ കോൺഗ്രസിൻ്റെ ഇത്തരത്തിലുള്ള കുടുംബാധിപത്യം അതിനെ ആഭ്യന്തരമായി ദ്രവിപ്പിക്കുന്നു. അത് പല വിധത്തിലുമുള്ള വിട്ടുവീഴ്ചകൾക്ക് വിധേയമാകേണ്ടി വരുന്നു. അതിൻ്റെ രാഷ്ട്രീയമായ ദൗർബല്യങ്ങൾ ഭരണപക്ഷത്തെ, സംഘപരിവാറിനെ കൂടുതൽ ശക്തിപ്പെടുത്തും. ഇതൊക്കെയാണ് തരൂർ ഉയർത്തുന്ന ആശങ്ക. ആ ആശങ്കയ്ക്ക് വകയുണ്ട് റഷീദ്. അതാണ് യഥാർത്ഥത്തിൽ അതിലെ ഫോക്കസ് എന്ന് പറയുന്നത്. തീർച്ചയായും ഈ കോൺഗ്രസിനകത്തെ ഇത്തരത്തിലുള്ള പ്രതിസന്ധികളെ തന്നെയാണ് അദ്ദേഹത്തിന്റെ ലേഖനത്തിലൂടെ തുറന്നു കാട്ടുകയും ചെയ്തിട്ടുള്ളത്. പക്ഷേ ഈ വിഷയത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു നിലപാട് സ്വീകരിക്കാനോ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട ഒരു ചർച്ച പാർട്ടിക്കകത്ത് സജീവമാക്കാനോ ഹൈക്കമാൻഡോ അല്ലെങ്കിൽ കോൺഗ്രസിനകത്തെ നേതൃത്വങ്ങളോ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് ഏറെ ദൗർഭാഗ്യകരമായി നിലനിൽക്കുകയും ചെയ്യുന്നത്.